ശബരിമല സ്വർണ്ണ കവർച്ചയിലെ എൻ വാസുവിന് വീണ്ടും SIT നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകാനാണ് നിർദ്ദേശം. കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമെടുത്തിയും ചോദ്യം ചെയ്യും. പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും. അതേസമയം SIT കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനും സാധ്യതയുണ്ട്. കമ്മീഷണറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസുവിന് ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിന് ഉടൻ നോട്ടീസ് നൽകുമെന്നും SIT വ്യക്തമാക്കി. നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും പത്മകുമാർ ഹാജരായിരുന്നില്ലെന്നാണ് വിവരം. അതേസമയം സ്വർണ്ണക്കവർച്ചാ കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയും വെവ്വേറെ ഇരുത്തിയുമായിരിക്കും ചോദ്യം ചെയ്യൽ. മൂവരും നേരത്തെ നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇവയിൽ വ്യക്തത തേടും. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട കൂടുതൽ പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഇന്നലെയാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയും സുധീഷ് കുമാറിനെ ബുധനാഴ്ച വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ജനം, തിരുവനന്തപുരം.